ബാൽക്കണിയിൽ സൈക്കിളിന് ഒന്നും കൂടി മോടി പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഐറ്റം കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ സൈക്കിളിൻ്റെ ഇവിടെ വേറൊരു സൈക്കിളും കൂടി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സൈക്കിളിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിൾ മേൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഐറ്റത്തിൻ്റെ മുകളിലാണ് ഇന്നത്തെ പണി. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് നമ്മുടെ സൈക്കിള്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൊതുകിനെ കൊല്ലുന്ന ഒരു ഉപകരണമാണ്. പക്ഷേ ഇത് 10 പൈസക്ക് ഉപകാരമില്ല കേട്ടോ. അത്ര ലൈറ്റൊക്കെ കത്തിയിട്ടൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. ഇപ്പം അതിൻ്റെ ബാറ്ററിയൊക്കെ പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഇതിൻ്റെ വയറൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലത്തെ മെഷീനും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സൈക്കിളിലൊരു ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടി മാറ്റി കഴിയുമ്പോൾ ഇതുപോലൊരു ഭാഗമുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗം നമുക്ക് ഇതിലാണ് ഞാൻ ചെടി നടാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലെ മോട്ടർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കത്തിച്ചിട്ടാണ് ഇതിൽ നിന്ന് ഞാൻ എടുത്തത്. ഇതിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചുണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മോട്ടറും വയറൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഉള്ളിലത്തെ എല്ലാ പാട്ടും പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് നല്ലൊരു ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയൊരു പോട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് അടിപൊളി പോട്ടെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെടി നടണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്, നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ഞാൻ ചെടി നടാൻ പോകുന്നത് കേട്ടോ. ഈ ഒരൊറ്റ പോർഷനിൽ. അപ്പോൾ അതിൽ മണ്ണൊക്കെ വെച്ച് നടാം. പക്ഷെ നമുക്ക് വെള്ളം പോവരുത്, പുറത്തേക്ക് വല്ലപ്പോഴും നനച്ചു കൊടുക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് വെള്ളം പോകരുത്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ നെറ്റ് പോലെയാണ് ഇതിൻ്റെ സൈഡിൽ. അപ്പോൾ ഇതിലൊരു വേറെ എന്തെങ്കിലും ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് അതിൽ ചെടി നടാൻ. അപ്പോൾ ടർട്ടിൽ വൈനാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇതിൽ വേറൊരു പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് എടുത്തതാണ്, പക്ഷെ വിജയിച്ചില്ല. അപ്പോൾ നമുക്ക് ഇതിൽ വെക്കാതെ കണ്ടോ, ഇതിലിങ്ങനെ വെച്ചിട്ട് നമുക്കിതിൽ ഇങ്ങനെ ചെടി ഇതിൽ ടർട്ടിൽ വൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചാൽ നമുക്ക് നല്ലൊരു പോട്ടിൽ കിട്ടും. ഇനി കുറച്ച് ടർട്ടിൽ വൈനാണ് വേണ്ടത്. അപ്പോൾ അതിതാ പുറത്ത് ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ടർട്ടിൽ വൈൻ എടുക്കാം. ഇതിപ്പോൾ വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് ഇത്രയും വേറൊരു മഞ്ഞ കളറ്. നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് വേണം. നമ്മൾ പുറത്തേക്ക് ഇതിൻ്റെ ആ പോട്ടിൻ്റെ പുറത്തേക്ക് നിൽക്കാൻ ആവശ്യത്തിനാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത് എടുക്കാം. ഇതുപോലെ. അപ്പം ഇനി ഇതിൽ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ മൂടിയുടെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പറായിട്ടുള്ള പോട്ടാണ് റെഡി ആയിട്ടുള്ളത്. നമുക്കിതിൻ്റെ എല്ലാ വശത്തേക്കും കൂടിയും ഇങ്ങനെ ഈ ടർട്ടിൽ വൈൻ ഇങ്ങനെ തൂക്കിയിടാം. കുറച്ച് മണ്ണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ശരിക്കും പിടിച്ച് വരത്തില്ല. അപ്പോൾ കുറച്ച് മണ്ണിങ്ങനെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കണം.
നമുക്കിത് നമ്മുടെ സൈക്കിളിൽ കൊണ്ടുപോയി തൂക്കിയിട്ടാലോ? അടിപൊളിയാവും അല്ലേ? ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ വീണ്ടും ഞാനിതേ ബാൽക്കണിയിൽ എത്തിക്കാണ് ഈ ഐറ്റം കൊണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ മുകളിൽ എവിടെയാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഭാഗത്ത് ഇതിനെ തൂക്കിയിടാം. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും കുറേ എന്താ പറയുക ആക്രി സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ നമുക്ക് സൈക്കിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിന് താജ്മഹൽ ആക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് ഇടണം. പുതുതായി കാണുന്നവരൊക്കെയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.